അന്ന് കൃത്യമായി പറഞ്ഞാൽ നവംബർ 18, 2022 രാജസ്ഥാനിലെ ഉദയ്പൂരിലെ ഗോകുണ്ട പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു അനോണിമസ് കോൾ വരികയാണ്. ഇൻസ്പെക്ടറായിട്ടുള്ള യോഗേന്ദ്ര വ്യാസ് ആയിരുന്നു ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോളിലും മറുഭാഗത്തുള്ള ആളുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ട് ആളുടെ ഉള്ളിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാവുകയാണ്. ആ ഒരു കോൾ കട്ട് ചെയ്ത ഉടനെ തന്നെ കോൺസ്റ്റബിൾസിനോട് ജീപ്പ് റെഡിയാക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ അദ്ദേഹവും കുറച്ച് കോൺസ്റ്റബിൾസ് കൂടെയും ആ ഒരു ജീപ്പിൽ കയറിയിട്ട് യാത്ര തിരിച്ചു. അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നിരുന്ന കോൺസ്റ്റബിൾ ഈ ഒരു ഇൻസ്പെക്ടറിന്റെ അടുത്ത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുകയായിരുന്നു. ഗൗബാവതി എന്ന് പറയുന്ന വില്ലേജിനടുത്തുള്ള കാട്ടിലോട്ടായിരുന്നു അവർക്ക് പോകേണ്ടിയിരുന്നത്. അത് കേട്ട ബാക്കിയുള്ള പോലീസുകാർ കൂടെ ചെറുതായിട്ടൊന്ന് ഷോക്കാവാണ്. കാരണം ആ ഒരു കാട് വളരെ ഡെൻസ് ആയിട്ടുള്ളൊരു കാടാണ്. അതേപോലെ തന്നെ അങ്ങോട്ട് കുറച്ച് സാമൂഹ്യ വിരുദ്ധരും കാര്യങ്ങളൊക്കെ പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഫേക്ക് കോളാണോ, പോലീസുകാരങ്ങോട്ട് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വിളിച്ചു വരുത്തിയതാണോ തുടങ്ങിയിട്ടുള്ള ഒരു തോട്ടും കാര്യങ്ങളൊക്കെ ആ കോൺസ്റ്റബിൾസിനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരവരുടെ സംശയം ഇൻസ്പെക്ടറായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, അങ്ങനെ ആരെങ്കിലും നമ്മളെ പെടുത്താനായിട്ട് വിളിച്ച പോലെ ആയിരുന്നില്ല ആ ഒരു കോളിലുള്ള ആളുടെ സംസാരം. ആൾ ഭയങ്കര പാനിക്കായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾ പറയുന്നതിൽ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തായാലും നേരിട്ട് അങ്ങോട്ട് പോയി നോക്കാമെന്നുള്ളൊരു കാര്യം ഞാൻ തീരുമാനിച്ചത്. എന്തായാലും നമുക്ക് പോയി നോക്കാമെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. അങ്ങനെ ആ ഒരു വണ്ടി നേരെ ആ ഒരു കാട്ടിലോട്ട് യാത്ര തിരിക്കുകയും ചെയ്തു. കാര്യം ഇൻസ്പെക്ടറായിട്ടുള്ള യോഗേന്ദ്ര വ്യാസിന് ആൾക്ക് വന്ന കോളിൽ വിശ്വാസം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലും ആളുടെ സബോർഡിനേറ്റ്സിന് അത്ര വിശ്വാസം പോരായിരുന്നു. അതിനുശേഷം ആരും അധികം സംസാരിക്കാതെയായിരുന്നു ആ ഒരു യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ആ ഒരു ജീപ്പ് കാടിനോട് എത്തി. കുറച്ചു ദൂരം കാടിനുള്ളിലൂടെ ജീപ്പ് പോയി. അതിനുശേഷം പോലീസ് ഇൻസ്പെക്ടറും ബാക്കിയുള്ള കോൺസ്റ്റബിൾസ് എല്ലാവരും ഇറങ്ങുകയാണ്. എന്നിട്ട് അവർ ആ ഒരു കാട്ടിൽ ആ ഒരു ഏരിയ സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ കൃത്യമായിട്ട് എവിടെയാണ് ഈ ഇൻസിഡൻറ്റ് നടന്നിരിക്കുന്നത് എന്നുള്ളൊരു ഇൻഫോർമേഷനൊക്കെ ആ ഒരു കോളിലൂടെ പോലീസ് ഉദ്യോഗസ്ഥന് വിളിച്ച ഇൻഫോമർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഒരു ഏരിയ ലക്ഷ്യമാക്കി നടക്കുകയാണ്. അവിടെ എത്തി അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. അത്തരത്തിലുള്ളൊരു ക്രൈം സീൻ ഈ പോലീസുകാർ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ 2 പേരുടെ നഗ്നമായിട്ടുള്ള നിലയിലുള്ള മൃതദേഹങ്ങളായിരുന്നു കണ്ടെത്താനായിട്ട് സാധിച്ചത്. അതേപോലെ തന്നെ അവരുടെ ദേഹം മുഴുവൻ പലതരത്തിലുള്ള പാടുകളുണ്ട്. ചോര ഫുള്ളായിട്ട് ദേഹം മുഴുവനായിട്ടുണ്ട്. അതേപോലെ തന്നെ കഴുത്തിൽ വെട്ടേറ്റിട്ടുണ്ട്, തല ചതച്ചിട്ടുണ്ട്. വല്ലാത്ത രീതിയിലുള്ള ഒരു ക്രൈം സീൻ തന്നെയായിരുന്നു അത്. ഒരുപാടധികം പലതരത്തിലുള്ള കേസുകളും മറ്റും അറ്റൻഡ് ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് വരെ ആ ഒരു ക്രൈം സീൻ കണ്ട് അവർ വരെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം ഭീകരമായിരുന്നു ആ ഒരു ക്രൈം സീൻ. പിന്നെ പോരാത്തതിന് ഇൻസ്പെക്ടർക്ക് വേറെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മൃതദേഹങ്ങളുടെ കണ്ണടച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വായും അടച്ചു പിടിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള ക്രൈം സീനിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ മറ്റും നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വായ തുറന്നിരിക്കാം, അതേപോലെ തന്നെ കണ്ണ് തുറന്നിരിക്കാനുള്ള സാധ്യതകളാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ക്രൈം സീനിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഇവർ കണ്ണ് നല്ല ഇറുക്കി അടച്ചിട്ടുണ്ടായിരുന്നു. വായാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്ലോസ് ചെയ്തിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളൊരു സംശയം ആ ഒരു ക്രൈം സീനിൽ ആ ബോഡി കണ്ടപ്പോൾ തന്നെ ഈ ഒരു ഓഫീസർക്ക് തോന്നുകയുണ്ടായി. അപ്പോൾ ആരായിരിക്കും ഇവരെ 2 പേരെയും കൊലപ്പെടുത്തിയത്, അതും ഇത്ര ബ്രൂട്ടലായിട്ട്? നമ്മൾ പലതരത്തിലുള്ള കേസുകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ക്രൈം ചെയ്ത രീതി, അയാൾ ഈ ഒരു ക്രൈം എക്സിക്യൂട്ട് ചെയ്ത രീതി, അതേപോലെ തന്നെ ഈ ഒരു കൊലപാതകം നടത്തിയ രീതിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള, അതായത് ഇത്തരത്തിലുള്ള കേസുകളെ നമ്മൾ ഒരുപാടധികം ചർച്ച ചെയ്തിട്ടും അതിലൊന്നും അല്ലാത്ത രീതിയിലുള്ള ഒരു കൊലപാതകങ്ങളായിരുന്നു ആ വ്യക്തി നടത്തിയിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു കേസ് അന്വേഷണത്തെക്കുറിച്ചും മറ്റുമൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. നഗ്നമായ നിലയിലുള്ള ഇവരുടെ 2 പേരുടെയും ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പോലീസിന് ആദ്യം തോന്നിയത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർ 2 പേരും ഇവരുടെ പ്രൈവറ്റ് ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കാട്ടിലോട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ടീം ഇവരെ ആക്രമിച്ചിട്ടുണ്ടാവും, ആ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്തിട്ടുണ്ടാവും, അതിനുശേഷം ഇവരെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഓർണമെന്റ്സും പണമൊക്കെ അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് മോഷണത്തിൻ്റെ പേരിലായിരിക്കാം ഇവരെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക. എന്നാൽ മോഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള ആ ഒരു സംഭവം അപ്പോൾ തന്നെ ഒരു റൂൾ ഓഫ് ചെയ്യണം. അതിനുള്ള കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ കഴുത്തിലും കൈമലൊക്കെ ഉണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവരുടെ കഴുത്തിൽ കിടക്കുന്നത് താലിമാലയാണെന്ന് പോലീസിന് മനസ്സിലായി. അപ്പോൾ ഇതൊരു മാരീഡ് കപ്പിളാണ് എന്നുള്ളൊരു നിഗമനത്തിലോട്ടായിരുന്നു പോലീസുകാർ ആദ്യം തന്നെ എത്തിയത്. എന്നാലും ഈ ഒരു മാരീഡ് കപ്പിൾ എന്തിനിങ്ങനെ ഈ ഒരു കാടിൻ്റെ അകത്തോട്ട് എത്തണം എന്നുള്ളതായി അടുത്ത പോലീസിൻ്റെ ഒരു ചിന്ത. ഈ ഒരു കല്യാണം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം പോലീസിന് മറ്റൊരു സംശയം കൂടെ ഉണ്ടാവുകയാണ്. മേ ബി ഇവരുടെ വീട്ടുകാരാണെങ്കിലോ ഇതിന് പിന്നിൽ. അതായത് ഇവർ 2 പേരും വീട്ടുകാരുടെ അനുവാദമില്ലാതെ ആയിരിക്കാം വിവാഹം കഴിച്ചിട്ടുണ്ടാവുക. അപ്പം അതിൽ ക്ഷുഭിതരായിട്ടുള്ള വീട്ടുകാർ ദുരഭിമാന കൊല എന്നുള്ളൊരു രീതിയിൽ ഇവർ 2 പേരെയും ഇത്തരം ബ്രൂട്ടലായിട്ട് കൊലപ്പെടുത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നതാണോ എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടാവുകയാണ്.
അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ബോഡി ആരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിനുള്ള പരിപാടികൾ പോലീസുകാർ ഉടനെ തന്നെ തുടങ്ങുകയാണ്. അങ്ങനെ തൊട്ടടുത്തുള്ള വില്ലേജുകളിലും മറ്റുമൊക്കെ ഇവരെ കുറിച്ച് പോലീസുകാർ അന്വേഷിച്ചു. അധികമൊന്നും അന്വേഷിക്കേണ്ടി വന്നില്ല. അതിനു മുൻപ് തന്നെ അവർ രണ്ടുപേരും ആരാണെന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ആ മരിച്ച പുരുഷന്റെ പേര് രാഹുൽ എന്നായിരുന്നു. ആള് അവിടെ അടുത്തുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ആ സ്ത്രീയുടെ പേര് സോനു എന്നായിരുന്നു. അവര് ഒരു ഹൗസ് വൈഫ് ആയിരുന്നു. പോലീസുകാർ വിചാരിച്ചതുപോലെ തന്നെ ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവർ തമ്മിലായിരുന്നില്ല കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. രാഹുലിന് വേറൊരു വൈഫായിരുന്നു ഉണ്ടായിരുന്നത്. സോനുവിനാണെന്നുണ്ടെങ്കിൽ വേറൊരു ഹസ്ബൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ വേറൊരു തരത്തിലുള്ള ഒരു റിലേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് പോലീസിന് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇതിനോടൊപ്പം തന്നെ ആ ഒരു കാട്ടിലോട്ട് കയറുന്ന വഴിയിലുള്ള കംപ്ലീറ്റ് CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒരു ടീം പോലീസുകാർ പരിശോധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവര് ആ ഒരു ഏരിയയിലുള്ള കംപ്ലീറ്റ് ഫുട്ടേജ് പരിശോധിച്ചിട്ടും ഇവർ കാട്ടിലോട്ട് പോകുന്നതിന്റെ യാതൊരു വിഷ്വൽസും അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. സോ CCTVയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയിലൂടെ ആയിരിക്കാം ഇവർ ആ ഒരു കാടിന്റെ അകത്തോട്ട് കയറിയത് എന്നുള്ളൊരു നിഗമനത്തിലോട്ടാണ് പോലീസുകാർ ആ സമയത്ത് എത്തിയത്. പോലീസുകാർ നോക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്ന സാധാരണ വഴികളിലൊക്കെ CCTV ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ CCTV ഒന്നും ഇല്ലാത്ത വഴിയും കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് CCTV ഒക്കെ ബൈപ്പാസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇതിലെന്തൊക്കെയോ ഒരു പന്തികേട് പോലീസിന് തോന്നുകയാണ്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും വീടിൻ്റെ ചുറ്റുമുള്ള CCTV ക്യാമറാസും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസുകാർ പരിശോധിക്കുകയാണ്. അപ്പോഴാണ് പോലീസിന് ഒരു ബ്രേക്ക് ത്രൂ ലഭിക്കുന്നത്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോനുവിൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. അതിൽ ഒരു വിഷ്വൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷ്വലിൽ ഒരു ബൈക്ക് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ബൈക്കിൽ എന്താ പറയുക, ഒരാളുണ്ടായിരുന്നു. ആൾ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ രണ്ടുപേരും കൂടെ ആ ഒരു ബൈക്കിൽ വന്ന് കയറുകയാണ്. ആ കയറിയത് വേറെ ആരും ആയിരുന്നില്ല, ഈ രാഹുലും സോനുവും തന്നെയായിരുന്നു. അപ്പോൾ മൂന്നാമത്തത് ആരാണ് എന്നുള്ളതായി പോലീസിൻ്റെ അടുത്ത സംശയം. ആ ഒരു ക്യാമറയിൽ ഈ എന്താ പറയുക ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആളാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആളെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ബൈക്കും കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും വേറൊരു ക്ലൂ ആ ഒരു ബൈക്കിൽ തന്നെ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്കുമ്മൽ ഒരു പാമ്പിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ബൈക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പോലീസുകാർ ശ്രമിക്കുകയാണ്. കുറച്ച് അന്വേഷിച്ചപ്പോൾ തന്നെ അത് ആരുടെ ബൈക്കാണെന്ന് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഗോകുണ്ടയിൽ തന്നെയുള്ള ബലേഷ് കുമാർ എന്ന് പറയുന്ന ഒരു പൂജാരിയുടേതായിരുന്നു ആ ബൈക്ക്. അപ്പോൾ ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആളെക്കുറിച്ച് എല്ലാവർക്കും ഭയങ്കര മതിപ്പാണ്. ഒരുപാടധികം പൂജകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഒരുപാടധികം ആളുകൾ ആളുടെ അടുത്ത് സ്ഥിരമായിട്ട് ചെല്ലുന്നതാണ്. കുറേ ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അതായത് എന്തെങ്കിലും മന്ത്രവാദം ചെയ്യുന്നതിനും പൂജകൾ ചെയ്യുന്നതിനും എന്തെങ്കിലും ജപിച്ച് കിട്ടുന്നതിനും അതിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ അങ്ങോട്ട് ചെല്ലുന്നതും, അതേപോലെ തന്നെ എന്താ പറയുക ആ ഒരു ലോക്കൽ ഏരിയയിൽ അത്യാവശ്യം ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരാളായിരുന്നു ആൾ. അപ്പോൾ ആളെക്കുറിച്ച് ഇങ്ങനെ രാഹുലിൻ്റെ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുലും സോനുവും തമ്മിലുള്ള ആ ഒരു ഇല്ലീഗൽ അഫെയറിനെ കുറിച്ച് ഇങ്ങനെ അവർക്ക് അറിയായിരുന്നു. അപ്പോൾ ആ ഒരു ഇലിസിറ്റ് അഫെയറിനെ കുറിച്ച് ഇങ്ങനെ ഒരു ബലേഷ് കുമാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെയും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് എന്താ പറയുക ആ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറാനായിട്ട് പറയണം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൂജകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവർ തമ്മിൽ ഉള്ള ആ ഒരു ബന്ധം ഇല്ലാതാക്കണം. അങ്ങനെയുള്ളൊരു ആവശ്യവുമായിട്ടായിരുന്നു രാഹുലിൻ്റെ വൈഫ് ഇയാളെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരുടെ അടുത്തും സംസാരിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും ഇയാൾ വിളിപ്പിക്കുകയാണ്. ഈ ബലേഷ് കുമാറിനും രാഹുലിനും സോനുവിനും അറിയായിരുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഏരിയയിലുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പൂജാരിയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരെയും വിളിപ്പിച്ചപ്പോൾ ഇവർ രണ്ടുപേരും പോയി. എന്നിട്ട് ഇയാൾ ഇവരുടെ അടുത്ത് സംസാരിക്കുകയാണ്. അതായത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അഫെയറും കാര്യങ്ങളും ഉള്ളതൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് കുടുംബവും കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഈ ഒരു അഫെയർ കണ്ടിന്യൂ ചെയ്യല്ലേ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലോട്ട് മടങ്ങി പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞു. എന്നാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സോനുവിനെ കൊണ്ടോ അതേപോലെ തന്നെ രാഹുലിനെ കൊണ്ടോ കഴിഞ്ഞില്ല. അവർ നേരെ ഇയാളുടെ അടുത്ത് തർക്കിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. നിങ്ങൾ ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കൂടുതലായിട്ട് ഇടപെടണ്ട, നിങ്ങൾ അധികം ഇനി ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് മോശമാക്കാനുള്ള എല്ലാ പരിപാടികളും ഞങ്ങൾ ചെയ്യും, നിങ്ങളെക്കുറിച്ച് പല പല കാര്യങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞു പരത്തും, എന്തിനേറെ പറയുന്നു നിങ്ങൾ സോനുവിനെ കടന്നു പിടിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈൻറ്റ് വരെ ഞങ്ങൾ പോലീസിൽ കൊടുക്കും എന്നുള്ളത് ഇവർ രണ്ടുപേരും ഇയാളുടെ അടുത്ത് പറയുകയാണ്. യെസ്, ഈ ഒരു ബലേഷ് കുമാറിനെ രാഹുലും സോനുവും കൂടെ ഇവരുടെ ആ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പിനെ ചോദ്യം ചെയ്തപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇയാളാകപ്പാടെ ക്ഷുഭിതനായി. നാട്ടിലുള്ള എല്ലാവർക്കും തൻ്റെ അടുത്തൊരു റെസ്പെക്റ്റ് ഉണ്ട്, താൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും അത് കേട്ടില്ല എന്നുള്ളത് മാത്രമല്ല, തന്നെ ഭീഷണിപ്പെടുത്തുകയും കൂടെ ചെയ്തല്ലോ എന്നുള്ളൊരു തോട്ട് ആൾക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ ആൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഇവർക്ക് എന്താ പറയുക ഇവർക്കെതിരെ എന്തെങ്കിലും പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഇയാൾക്ക് ഉണ്ടാവുകയാണ്. അതേപോലെ തന്നെ ചില റിപ്പോർട്ട്സിൽ ഇയാൾക്കും സോനുവിൻ്റെ മേലൊരു കണ്ണുണ്ടായിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്.
അപ്പോൾ തനിക്ക് കിട്ടാത്ത സോനുവിനെ ഈ രാഹുൽ കൊണ്ട് നടക്കുന്നതിനെക്കുറിച്ച് ഓർത്തിട്ടും ആൾക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമായി ആളുടെ ചിന്ത. അപ്പോൾ ഇതൊക്കെ പോലീസിന് മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളുടെ ബൈക്ക് മനസ്സിലാക്കിയ ശേഷം നവംബർ 22, 2022 ഇയാളെ പോലീസുകാർ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി നാട്ടുകാരൊന്നടങ്കം ഇളകുകയാണ്. അതായത് ആ നാട്ടിൽ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ഈ ഒരു പൂജാരി. എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരാളായിരുന്നു. ആൾ ചെയ്യുന്ന പൂജകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫലിക്കുമെന്നുള്ള വിശ്വാസമുള്ള ആളുകളായിരുന്നു. പല പല പ്രശ്നങ്ങൾക്കും ആളെ ചെന്ന് കാണുന്ന ആളുകളായിരുന്നു ആ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാവരും തന്നെ. അങ്ങനെ വന്നപ്പോൾ തങ്ങളുടെ അമ്പലത്തിലത്തെ ഒരു പൂജാരി അല്ലാന്നുണ്ടെങ്കിൽ ഇത്രത്തോളം അങ്ങനെയുള്ള ഒരാളെ പോലീസുകാർ പെട്ടെന്നുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത് ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇവർ അതിനെതിരെ പ്രതികരിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ഇയാളെ നേരെ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബലേഷ് കുമാർ പൂജ ചെയ്യുന്ന അമ്പലത്തിലോട്ട് രാഹുലും ആളുടെ വൈഫും സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ സോനുവും അവരുടെ ഹസ്ബൻഡും സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് കൂടുതലായിട്ട് ഇവർ പരിചയപ്പെടുന്നതും അതിനുശേഷം അടുക്കുന്നതും പിന്നീട് ഒരു അവിഹിതത്തിലോട്ട് നീങ്ങുന്നതും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇവർ പരിചയപ്പെട്ടതെന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ രാഹുലിൻ്റെ വൈഫിന് അറിയായിരുന്നു. അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ അടുത്ത് രാഹുലിൻ്റെ വൈഫ് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ടായത്. കാര്യം ബലേഷ് കുമാറിൻ്റെ അടുത്ത് ഇവരങ്ങനെ പെരുമാറിയപ്പോൾ ആൾക്ക് ഇവരെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലും ആള് അത് പുറത്ത് കാണിച്ചില്ല. ആ ഒരു ദേഷ്യം ആൾ ഉള്ളിൽ വെച്ചു. ഇവർക്ക് എന്തായാലും പണി കൊടുക്കണം എന്നുള്ളത് ആൾ 100% തീർച്ചയാക്കി. എന്നാലും വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടാണ് ആൾ ഇവരുടെ അടുത്ത് പിന്നെ സംസാരിച്ചത്. അയാൾ പിന്നെ ഇയാളുടെ വലയിലാക്കിയായിരുന്നു. നിങ്ങളെ രണ്ടുപേരെയും ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത തരത്തിൽ ഞാൻ കൂട്ടി വെച്ച് തരാം. അപ്പോൾ നിങ്ങളെ സ്നേഹം എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാനിതിന് കൂട്ടു നിൽക്കാമെന്നുള്ളൊരു രീതിയിലായി പിന്നീട് ഇയാളുടെ സംസാരവും കാര്യങ്ങളൊക്കെ. ഇയാളുടെ ഈ ഒരു മോഹന വാഗ്ദാനങ്ങളിലൊക്കെ ഈ രാഹുലും സോനുവും വീണു പോവുമായിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കാലാകാലം നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പൂജാരിയുടെ അടുത്ത് ഇവർ ചോദിച്ചപ്പോൾ അയാൾ അതിനുള്ളൊരു പോംവഴി പറയാണ്. അവിടെ വില്ലേജിൻ്റെ അടുത്ത് ഒരു കാടുണ്ടല്ലോ, ആ കാട്ടിൽ നിങ്ങൾ പോകണം. എന്നിട്ട് കാട്ടിൽ വെച്ചിട്ട് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. ആ സമയത്ത് എൻ്റെ കയ്യിൽ കുറച്ച് പുണ്യജലമുണ്ട്. ആ ജലം ഞാൻ നിങ്ങളുടെ മേൽ തെളിക്കും. ആ തെളിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വർഗം കാണും. അതേപോലെ തന്നെ നിങ്ങളെ പിന്നീട് പിരിക്കാനായിട്ട് ആരെക്കൊണ്ടും സാധിക്കില്ല. നിങ്ങൾ അത്രത്തോളം അടുക്കും. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ വേറൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഇവരെ പറഞ്ഞ് ക്യാൻവാസ് ചെയ്യായിരുന്നു. ഇവരാണെന്നുണ്ടെങ്കിൽ അതിൽ വിശ്വസിച്ച് വീഴുകയും ചെയ്തു. അങ്ങനെ നവംബർ 15 പുണ്യജലം തെളിക്കുന്ന പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളത് ഇവർ തീരുമാനിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂജാരി വന്നിങ്ങേറ്റ് ഇവർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ അവർ ആ ഒരു കാടിൻ്റെ അകത്തോട്ട് കയറി, കുറച്ചുള്ളിലോട്ട് കയറി, ഭയങ്കര ഡെൻസ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റാണ്. അതിൻ്റെ ഉള്ളിലോട്ട് കയറിങ്ങേറ്റ് ആരുമില്ലാത്തൊരു ഏരിയയിലെത്തിയപ്പോൾ ഈ പൂജാരി ഇവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വെച്ചിങ്ങേറ്റ് എന്താ പറയുക, ഫിസിക്കലി ഇൻറ്റിമേറ്റ് ആയിക്കോളാം. അപ്പോൾ അവർക്ക് ഒരു സംശയം ഉണ്ടായി. ഓക്കെ, അതായത് ഇവർക്ക് സംശയവും അതേപോലെ തന്നെ ഒരു മടി ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ മുന്നിൽ വെച്ച് ഇത് ചെയ്യുന്നതിനല്ല, പുണ്യജലം എവിടെയെന്നുള്ളൊരു ചോദ്യമായിരുന്നു ഇവർ ചോദിച്ചത്. അപ്പോൾ ഈ പൂജാരി പറഞ്ഞു, ഞാനതവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോ, അപ്പോഴത്തേനും ഞാൻ പുണ്യജലവും കാര്യങ്ങളൊക്കെ എടുത്തു വരാം. അതിനുശേഷം ഞാൻ നിങ്ങളുടെ ദേഹം മുഴുവനെ ആ ഒരു പുണ്യജലം തെളിക്കാം. അതിനുശേഷം നിങ്ങളെ രണ്ടുപേരെയും വേർപ്പെടുത്താനായിട്ട് ആരെ കൊണ്ട് സാധിക്കില്ല, ദൈവത്തിനെ കൊണ്ട് പോലും നിങ്ങളെ വേർപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള പുണ്യജലമാണ് അത് എന്നുള്ളത് അയാൾ പറയാണ്. ഇയാളുടെ ആ ഒരു സംസാരത്തിൽ വീണുങ്ങേറ്റ് ഇവർ രണ്ടുപേരും അവിടെ വെച്ചിങ്ങേറ്റ് വസ്ത്രങ്ങളൊക്കെ അഴിച്ചിങ്ങേറ്റ് അവർ ഇൻറ്റിമേറ്റ് ആവാനായിട്ട് തുടങ്ങി. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇയാളൊരു പാത്രത്തിൽ കുറച്ച് എന്താ പറയുക പുണ്യജലവും കൊണ്ടുവരികയാണ്. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, കണ്ണടക്കാനായിട്ട് പറഞ്ഞു. അതിനുശേഷം ഇവരുടെ ദേഹം മുഴുവൻ ആ ഒരു പുണ്യജലം ഇയാൾ തേക്കുകയായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് ഇവരുടെ വായിലും ഒഴിച്ചു, കണ്ണുമലൊക്കെ ഇങ്ങനെ തേച്ചു, പിന്നെ ഇവരുടെ പ്രൈവറ്റ് പാർട്ടിൽ വരെ ഇയാൾ തേച്ചു. അതിനുശേഷം എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഇവർ വീണ്ടും ഫിസിക്കലി ഇൻറ്റിമേറ്റ് ആവുന്നത് ആ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിൽ തന്നെ ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതായത് ഇവരുടെ മേത്തൊക്കെ ആകെപ്പാട് ഒരു പശപ്പ് തോന്നുകയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും അത്രയും ഒട്ടിയിരുന്നിരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും പിന്നെ സെപ്പറേറ്റ് ആവാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. സത്യത്തിൽ ഇയാൾ പുണ്യജലം എന്ന് പറഞ്ഞിങ്ങേറ്റ് കൊണ്ടുവന്ന് ഇവരുടെ മേത്ത് തേച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെവിക്വിക്കായിരുന്നു. യെസ്, ഫെവിക്വിക്ക് വെച്ചിങ്ങേറ്റ് ഇവർ രണ്ടുപേരെയും ആൾ ഫുള്ളായിട്ട് മേൽ മുഴുവൻ തേച്ചു. അതിനുശേഷം ഇവർ എന്താ പറയുക, നഗ്നരായിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെ അവർ ഇൻറ്റിമേറ്റ് ആവുന്ന ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും പരസ്പരം ഒട്ടിപ്പോവായിരുന്നു. വായലും മറ്റൊക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് വാ തുറക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണുമ്മലൊക്കെ തേച്ചത് കൊണ്ട് തന്നെ കണ്ണ് തുറക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവർ ആകെപ്പാടെ സഫോക്കേറ്റ് ചെയ്തിങ്ങായിട്ട്
അതിൻ്റെ ഉള്ളിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാലും ആ ഒരു ഫെവിക്വിക്ക് ദേഹം മുഴുവൻ തേച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് മാറാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതായത് ഇപ്പോൾ സോനു പ്രഷർ ചെയ്യുന്ന സമയത്ത് രാഹുലിന് വേദന എടുക്കും, രാഹുൽ പ്രഷർ ചെയ്യുന്ന സമയത്ത് സോനുവിന്, അതായത് രണ്ടുപേർക്കും വേദന എടുക്കും. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ ഇവർ എങ്ങനെയൊക്കെയോ ആ ഒരു കയ്യോ അതൊക്കെ മാറ്റുന്ന സമയത്ത് തന്നെ തൊലിയൊക്കെ പൊളിഞ്ഞു പോകുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. എന്നാലും ഇവർക്ക് ഒച്ച വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടുണ്ടാവും. പിന്നെ വായ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനും സാധിക്കാത്തൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ ഒരു പരാക്രമവും കാര്യങ്ങളൊക്കെ കണ്ട് ഈ ഒരു പൂജാരി നൈസായിട്ട് രസിച്ച് നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള കത്തി ഇയാൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിങ്ങായിട്ട് എന്താ പറയുക, നൈസായിട്ട് തൊലിയൊക്കെ ചെത്തുന്നത് പോലെ, അതായത് പച്ചക്കറികളുടെ തൊലിയൊക്കെ ചെത്തുന്നത് പോലെ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള ഒരു തൊലിയും കാര്യങ്ങളൊക്കെ ചെത്തി ഇവർ രണ്ടുപേരെയും സെപ്പറേറ്റ് ആക്കുകയായിരുന്നു. അതേപോലെ തന്നെ അയാളുടെ പ്രൈവറ്റ് പാർട്ടൊക്കെ ഇയാൾ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നീട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കത്തി ഉപയോഗിച്ച് ഇവരെ കുത്തുമായിരുന്നു. അതേപോലെ തന്നെ ആൾ ദേഷ്യം തീരുന്നത് വരെ ഇവരെ ആ ഒരു കത്തി ഉപയോഗിച്ച് കുത്തി. അതിനുശേഷം പിന്നെ അവരുടെ കഴുത്തറുത്തു. അതിനുശേഷം അവിടെ അടുത്ത് കിടന്നിരുന്ന ഒരു കല്ലെടുത്തിട്ട് ഇവരുടെ രണ്ടുപേരുടെയും തലയടിച്ച് പൊളിച്ചിട്ടാണ് ആൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നത്. യെസ്, കാര്യങ്ങളെല്ലാം തന്നെ ഈ ബലേഷ് കുമാർ വിചാരിച്ചതുപോലെ തന്നെ നടക്കുകയായിരുന്നു. ഇയാൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് പല പല കടകളിൽ നിന്ന് എന്താ പറയുക, യാതൊരു സംശയം തോന്നാത്ത രീതിയിലായിരുന്നു ഒരുപാടധികം ഫെവിക്വിക്കും കാര്യങ്ങളൊക്കെ വാങ്ങി കളക്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വെച്ച് എന്നിട്ട് കറക്റ്റായിട്ട് ഈ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്തത്. അവിടെ നിന്ന് ഈ ഒരു ബലേഷ് കുമാർ നേരെ പോയത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ഭക്തരുടെ വീട്ടിൽ കുറച്ച് പൂജയും ഭജനയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടി പോവായിരുന്നു ആൾ. ഇവിടെ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് ആൾ പൂജയിലായിരുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയായിരുന്നു ആൾ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതേപോലെ തന്നെ പോലീസുകാർ എന്തായാലും CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ഇയാൾക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഓൾറെഡി ഇയാൾ എവിടെയൊക്കെയാണ് CCTV ക്യാമറാസ് ഉള്ളത് എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു ക്യാമറ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ ആയിരുന്നു ഇവരെ രണ്ടുപേരെയും അയാൾ നേരെ കാട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായത്. എന്നാൽ സോനുവിനെ പിക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് അത്തരത്തിലുള്ളൊരു CCTV ക്യാമറ ഉണ്ടായിരുന്നത് ആൾ നോട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ക്രൈം സീനിൽ അയാൾ ആ ഒരു എന്താ പറയുക, അവിടെ നിന്ന് പെട്ടെന്ന് പോയ ആ ഒരു സമയത്ത് ഇയാളുടെ ഒരു ഗ്ലൗവും അതേപോലെ തന്നെ ഒരു ജാക്കറ്റും ആ ഒരു ക്രൈം സീനിൽ നിന്ന് തന്നെ പോലീസിന് കണ്ടെടുക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തെളിവുകളെല്ലാം തന്നെ ഇയാൾക്ക് എതിരെ തിരിയുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് അവസാനം കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും രാഹുലിൻ്റെയും അതുപോലെ തന്നെ സോനുവിൻ്റെയും കൊലപാതകിയായിട്ടുള്ള പൂജാരിയായിട്ടുള്ള ബലേഷ് കുമാറിനെ വളരെ പെട്ടെന്ന് തന്നെ പോലീസുകാർ പിടികൂടുകയായിരുന്നു. അയാൾ ഇപ്പോൾ ജയിലിലാണ്, കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ളൊരു ക്രൈമിനെ കുറിച്ച് കേട്ടപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു? എന്തൊക്കെയാണ് നിങ്ങളുടെ തോട്ട്സ് എന്നുണ്ടെങ്കിലും എല്ലാം തന്നെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ റിയൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.